ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മലബാർ സ്പെഷ്യൽ ഒരു നെയ്ച്ചോറ് അല്ലെങ്കിൽ ഒരു ഗീ റൈസ് ആണെന്ന് തയ്യാറാക്കുന്നത്. ഇത് ലഞ്ചിനൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് ഗ്രേവിയോടുകൂടിയ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നല്ല രുചിയുള്ള നെയ്ച്ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 500 ഗ്രാം അരിയാണ് എടുത്തത്. ഇത് 2 വെള്ളത്തിൽ കഴുകി 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. ബസുമതി റൈസിൻ്റെ തന്നെ വളരെ ചെറിയൊരു പച്ചരി കിട്ടും, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബസുമതി റൈസിലും തയ്യാറാക്കാം. കൈമേരി എന്ന് പറഞ്ഞ അരി കിട്ടും, അതിൽ വേണമെങ്കിലും തയ്യാറാക്കാം. പാൻ അടപ്പേ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം. 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ നെയ്യ്. എണ്ണയും നെയ്യും ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 15 കാഷ്നട്ട് കശുവണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ച് കോരണം. ലോ ഫ്ലെയിമിൽ വറുത്ത് കോരണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ആകുമ്പോൾ ഇനി കോരാം. നമ്മുടെ കശുവണ്ടിയൊക്കെ മൂത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് നമുക്കിനി കോരാം. ഒരു ലൈറ്റ് ഗോൾഡൻ ആകുമ്പോൾ ഇനി കോരണം കേട്ടോ. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റേ പോകും. ഇനി ഒരു 25 കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളമുന്തിരി വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ച് കോരാം. ഇത് പൊരിയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വീർക്കുമെന്ന്, അന്നേരം അഞ്ഞ് കോരേണ്ടത്. കരിഞ്ഞു പോകല്ലേ, കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിതൊക്കെ മൂപ്പിച്ച് കോരാൻ, അല്ലേ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ മുന്തിരിങ്ങയൊക്കെ വീർത്തിട്ടുണ്ട്, പൊരിഞ്ഞിട്ടുണ്ട്. ഇനി കോരാം. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് നീളത്തിലരിഞ്ഞതാണ്. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർക്കുക, നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അന്നേരം നെയ്ച്ചോറിനൊരു നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടും. അതുകൊണ്ട് ക്യാരറ്റൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിനി കോരാം. ഇനി നമുക്ക് മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരേ വലുപ്പത്തിലായിരിക്കണം, എന്നെങ്കിലും അത്രയും ഒരുപോലെ മൂത്ത് കിട്ടത്തുള്ളൂ. ഇതിനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് മൂപ്പിച്ച് കോരാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് മൂപ്പിച്ച് കോരാൻ. നല്ല ക്രിസ്പി ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിനി കോരാം. ഇതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എൻ്റെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഉള്ളി നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും പഞ്ചസാര എടുക്കും. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ടെങ്കിൽ നമുക്കിനി കോരാം. നാല് കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കപ്പിനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം തൊട്ട് 2 കപ്പ് വെള്ളം വരെ ചേർക്കാം. ഞാൻ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് തിളപ്പിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അരി ഏതാണോ അതനുസരിച്ച് 1.5 കപ്പ് വെള്ളം തൊട്ട് 2 കപ്പ് വെള്ളം വരെ വേണ്ടി വരും. നമ്മൾ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോഴേക്ക് നമുക്ക് സെയിം പാനിലേക്ക് 1 ഇഞ്ച് നീളത്തിൽ 3 കഷ്ണം കറുവപ്പട്ട, 6 ഗ്രാമ്പു, 4 ഏലക്ക. ഈ പച്ചേലക്ക ഇത് എടുത്തതെന്ന് പറഞ്ഞാൽ ഒന്ന് പൊട്ടിച്ചിടണം കേട്ടോ. അതിൻ്റെ ഫ്ലേവറൊക്കെ എന്തായാലും അതിനകത്ത് വരും. ഒന്ന് ചതച്ചതാണ്. 10 കുരുമുളക്, കുറച്ച് ജാതിപത്രി. ഒന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം മൂപ്പിക്കാൻ, കരിഞ്ഞു പോകും. നമ്മുടെ സ്പൈസസ് എല്ലാം മൂത്തിട്ടുണ്ട്. ഏലക്കായും ഗ്രാമ്പും ഇതെല്ലാം മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക.
അരി ഈ നെയ്ക്കകത്തും എണ്ണയ്ക്കകത്തും നല്ലപോലെ ഒന്ന് വാർത്തെടുക്കണം. നല്ലപോലെ 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ, ഒന്ന് വറുത്തെടുക്കാൻ. 5 മിനിറ്റ് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിക്കാം. ചൂടാക്കാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് ചൂടായിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. 4 കപ്പ് വെള്ളം. ഇനി നമുക്ക് ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇടുക. ഉപ്പിടുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. ഉപ്പ് കൂടരുത്, കുറഞ്ഞാലും കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല. 1 ടീസ്പൂൺ നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പും നാരങ്ങാനീര് ഒഴിച്ച് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കാം. ലോ ഫ്ലെയിമിൽ 6-7 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, കാര്യം പതുക്കെ വേവാവുള്ളത്. 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാ, നല്ല മണമൊക്കെ വരുന്നു കേട്ടോ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ച്ചോറന്നല്ലേ ഇതിന് പറയുന്നത്, നെയ്യ് ഇമ്പോർട്ടൻ്റാണ്. ഇനി ഒന്ന് ഇളക്കി റെഡിയാക്കാം. സൈഡ് കൂട്ടി ഇളക്കണം, കുഴയരുത്. നല്ലപോലെ നമ്മളൊന്ന് സൈഡ് കൂട്ടി ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്യാം. നല്ലപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെക്കാൻ. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറക്കാം. വാ, നല്ലപോലെ നമ്മൾ പാത്രത്തിൻ്റെ ഷേപ്പിന് തന്നെ നിരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് ഗാർണിഷിന് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചതാണ് ഇതെല്ലാം. കശുവണ്ടിയും മുന്തിരിങ്ങയും ഉള്ളി മൂപ്പിച്ചതും ക്യാരറ്റും. ഇത് നമുക്കിതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയാട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. ഇനി നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം, കാഷ്നട്ട്. ഇനി നമുക്ക് മുന്തിരി. ഞാൻ കറുത്ത മുന്തിരി എടുത്തത്, നിങ്ങൾക്ക് വെള്ള മുന്തിരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. നമ്മൾ നല്ലപോലെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ലഞ്ചിനൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇത് വെജിറ്റേറിയൻ കറികളുടെ കൂടെയും നോൺ വെജിറ്റേറിയൻ കറികളുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.